നെഗറ്റീവ് അടിക്കാനായിട്ട് കുറച്ച് പേര് ഇറങ്ങിയിട്ടുണ്ട്. എന്തിനാണ് വെറുതെ ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറുന്നത്? ഈ പറയുന്നവർക്കൊന്നും ഉമ്മയും പെങ്ങന്മാരുമൊന്നുമില്ലേ? അതല്ലെങ്കിൽ സാജിദയെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല മോശം അഭിപ്രായമുണ്ടോ? പിന്നെ എന്തിനു വേണ്ടിയാണ് കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്? സാജിദയുടെ വിഷമങ്ങളും കഷ്ടതകളുമെല്ലാം നമുക്ക് കുറേ പേർക്കൊക്കെ വ്യക്തമായി തന്നെ അറിയാം. സാജിദയുടെ ഭർത്താവ് മരണപ്പെട്ടതും അതിനുണ്ടായ കാരണങ്ങളുമെല്ലാം സാജിദ നമ്മളോട് തുറന്നു പറഞ്ഞതാണ്. ബിസിനസ്സുകാരനായിരുന്ന സാജിദയുടെ ഭർത്താവ് തുടങ്ങിയ ബിസിനസ്സെല്ലാം വലിയ നഷ്ടത്തിൽ അവസാനിച്ചപ്പോൾ വീണ്ടും അദ്ദേഹം പല സംരംഭങ്ങളുമായി മുന്നോട്ട് പോയി. പക്ഷേ അതെല്ലാം വലിയ നഷ്ടങ്ങളിലാണ് അവസാനിച്ചത്. തുടർന്ന് അദ്ദേഹത്തിന് വലിയ രീതിയിൽ സംശയങ്ങളുണ്ടാവുകയും പലരുടെ വാക്കിലും മറ്റും വഴിപ്പെട്ടുകൊണ്ട് അദ്ദേഹം സാജിദയെയും 5 കുട്ടികളെയും തനിച്ചാക്കി പോകുകയും ചെയ്തു. പക്ഷേ ഭർത്താവുള്ള കാലത്ത് തന്നെ സാജിദ യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലൂടെ വീഡിയോകൾ ചെയ്തിരുന്നു. പിന്നീട് സാജിദ തൻ്റെ യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരുന്ന വീഡിയോകളെല്ലാം ഒഴിവാക്കുകയും ഇപ്പോൾ ചെയ്യുന്ന രീതിയിൽ വീഡിയോ ഇടാനും തുടങ്ങി. നിങ്ങൾ ഈ സഹോദരിയുടെ വീഡിയോ കാണുന്നതിലൂടെ അവർക്ക് അതൊരു വലിയ ആശ്വാസമാണ് നൽകുന്നത്. അതിൽ നിന്നും വല്ലതും അവർക്ക് ലഭിക്കുകയാണെങ്കിൽ അത് അവരുടെ ആവശ്യങ്ങൾക്ക് ചിലവാക്കുവാനും മറ്റും ഉപകരിക്കുന്നത് നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയല്ലേ? അങ്ങനെ നല്ലവരായ മലയാളികൾ തന്നെ സാജിദയുടെ കഷ്ടതകൾ മനസ്സിലാക്കി സാജിദയെ ചേർത്ത് പിടിച്ചപ്പോൾ ഇവിടെ ഇതാ മറ്റു ചില ആളുകൾ രംഗത്ത് വന്നിരിക്കുന്നു. അനാവശ്യമായ കമൻറ്റുകൾ സാജിദക്ക് നേരെ നിരന്തരമായി ഇവർ എഴുതുന്നു. ഇനി അങ്ങനെ ചെയ്യുന്നവരെ എന്ത് ചെയ്യണം എന്ന് സാജിദ പറയുമ്പോൾ അവർ അങ്ങനെ ചെയ്യട്ടെ, നമ്മളത് മെയിൻറ്റ് ചെയ്യാതിരുന്നാൽ മതി എന്ന അഭിപ്രായമാണ് ഈ സഹോദരിക്ക്. ഭർത്താവില്ലാതെ 5 മക്കളുമായി കഷ്ടതയിൽ കഴിയുന്ന ഒരു യുവതിക്ക് നേരെ തന്നെ ഇങ്ങനെ പറയാൻ എങ്ങനെയാണ് ഇവർക്കൊക്കെ കഴിയുന്നത്? നിങ്ങളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന വാക്ക് പറയാനല്ലാതെ മറ്റെന്താണ് ഈ കുടുംബത്തെ കാണുമ്പോൾ നമുക്ക് പറയാൻ കഴിയുക? അപ്പോൾ ഒന്ന് മനസ്സിലായി, ഇത്തരക്കാർ മനസ്സിൻ്റെ ഉള്ളിൽ കനിവിൻ്റെ ഒരല്പം പോലും ഇല്ലാത്തവരാണെന്ന്. ഇവരോട് എനിക്ക് പറയാനുള്ളത്, നശിക്കണ്ട ദുഷിക്കണ്ട, പരിഹാസങ്ങൾ മാറ്റണം. നെഗറ്റീവ് അടിക്കാനായിട്ട് കുറച്ച് പേര് ഇറങ്ങിയിട്ടുണ്ട്. അവരവിടെ കടന്ന് നെഗറ്റീവ് അടിക്കട്ടെ, അതിനെനിക്കൊന്നും പറയാനില്ല. കാരണം അതിനെ പറ്റി ഞാൻ ഒന്നും പറയണില്ല. ഇപ്പോൾ നമുക്ക് പറ്റാത്ത മെസ്സേജുകൾ കാണുമ്പോൾ എന്താ ചെയ്യേണ്ടത് നമുക്കറിയാമല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ, പറയണമെന്ന് തോന്നിയിട്ട് അത്രേ ഉള്ളൂ. എന്താ പറയുക, അത് ഏത് തരത്തിലാണ് നെഗറ്റീവ് അടിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് അടിക്കുന്നതെന്നൊക്കെ നമുക്ക് നെഗറ്റീവ് കമൻസുകൾ ഇടുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോരോ വാട്ടിന് അങ്ങനെ ഇടട്ടെ, നമുക്ക് നോക്കാം. നല്ലതും കെട്ടതും ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ സോഷ്യൽ മീഡിയ ആകുമ്പോൾ. അതുകൊണ്ട് ഞാനൊന്നും പറയണില്ല. ഓരോ മെസ്സേജും ഓരോ കമൻറ്റുകളും, പിന്നെ എല്ലാ കമൻറ്റിനും റിപ്ലൈ പറഞ്ഞാൽ ഒരേപോലത്തെ കുറേ കമൻസുകൾ കാണുന്നുണ്ട്. അതാട്ടോ ഞാൻ ലൈക്ക് അടിച്ച് പോകുന്നത് കമൻറ്റ് റിപ്ലൈ തരാൻ പറ്റാതെ. അത്യാവശ്യം കമൻസിനൊക്കെ ഞാൻ റിപ്ലൈ തരുന്നുണ്ട്.